എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായസ് ടാരറ്റിലേക്ക് സ്വാഗതം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതേം തന്നെ 8 of Pentacles, 7 of Wands, Queen of Wands, നെക്സ്റ്റ് വന്നിട്ട് Page of Cups, Ace of Wands ആൻഡ് ലാസ്റ്റ് വന്നിട്ട് Magician എനർജി. ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 8 of Wands എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഏത് രീതിയിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് നിങ്ങളുടെ അതേപോലെ തന്നെ എങ്ങനെ ജീവിച്ച് തീർക്കണം എന്നുള്ളതിന് നിങ്ങളിപ്പോൾ വ്യക്തത ഉണ്ടാവുകയാണ്. അതിൽ 8 of Wands ആൻഡ് Ace of Wands എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വളരെ ആത്മീയത, അതേപോലെ സാഹിത്യം, കല, വായന, പഠനം, അതേപോലെ അധ്യാപകന വൃത്തി എന്നൊക്കെ, അതായത് ടീച്ചിങ് പ്രൊഫഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ടീച്ചിങ് എബിലിറ്റി, മറ്റുള്ളവരെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കാൻ, തനിക്ക് ഉള്ള അറിയുന്ന കാര്യങ്ങൾ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി താല്പര്യത്തിലായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ ഒരു ടീച്ചിങ് ജോലിയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ വളരെയധികം സാധ്യതകളുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ നല്ലൊരു ടീച്ചറും ആണ് നിങ്ങൾ എന്നത് തെളിയിക്കുന്ന തരത്തിലുള്ള അവാർഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം. പ്രൊഫസർ, ലെക്ചറർ ഇതുപോലുള്ള പൊസിഷനിലൊക്കെ ഉള്ളവർക്ക് വലിയൊരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ കലാ, സാഹിത്യം ഇതുപോലുള്ള മേഖലകൾ ആത്മീയതയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആത്മീയത എന്ന് പറയുമ്പോൾ ഇപ്പോൾ അസ്ട്രോളജർ, അതുപോലെ ടാരോ റീഡർ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാവാം ആത്മീയമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുന്നു എന്നുള്ളതല്ല സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഫോറിൻ ട്രാവൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിദേശത്തേക്കുള്ളൊരു യാത്ര നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മെയിനായിട്ട് ഇവിടെ കൂടുതലായിട്ട് എല്ലാ കാര്യത്തിലും ഒരു സ്പിരിച്വാലിറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആത്മീയത, അപ്പോൾ ഒരു ഫോറിൻ ട്രാവൽ എന്ന് പറയുമ്പോൾ വിദേശത്തേക്കുള്ളൊരു യാത്ര ആത്മീയതയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിൽക്കുന്ന ഒരു യാത്രയായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾക്കുള്ള ഒരു താല്പര്യം, നിങ്ങൾ യാത്രകളിൽ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളിലേക്ക് ഒരു യാത്ര എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെറുതെ, ഇപ്പോൾ നമ്മൾ യാത്രകൾ പലരും പോകുന്നുണ്ട്. ഇപ്പോൾ യാത്ര പോകുന്നത് ഇന്ന രാജ്യം കണ്ടു അല്ലെങ്കിൽ ഇന്ന രാജ്യത്തേക്ക് പോയി എന്ന് പറയുന്നതാണ്. ആ രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിലും ആർക്കും അറിയാത്ത പലതും എല്ലാവർക്കും അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് വഴിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വഴിയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അങ്ങനെ ഒരു യാത്രയല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ യാത്രകളെന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ആ ഒരു താല്പര്യമുള്ള കാര്യങ്ങളല്ലാതെ ഇപ്പോൾ ഇതുപോലെയുള്ള ആത്മീയ കാര്യങ്ങൾ, ഇതുപോലെയുള്ള ആത്മീയമായിട്ടുള്ള യാത്രകളിൽ സാധാരണ യാത്ര പോകുന്ന ആളുകൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത, കണ്ടിട്ടില്ലാത്ത ഇടങ്ങൾ തേടിയുള്ള യാത്ര, നിങ്ങളെ തേടിയുള്ള യാത്ര, ഒരു ലൈഫ് പേർപ്പസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന, അതായത് നിങ്ങളുടെ ലൈഫ് പേർപ്പസ് എന്താണ്, നിങ്ങളുടെ നിയോഗം എന്താണ്, ഇതൊക്കെ തേടിയുള്ള യാത്ര. അതാണ് വായന, കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, നിങ്ങൾ അറിവ് നേടുക, അറിവ് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ ഈ ഒരു വർഷത്തെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രയാകും, ചിലപ്പോൾ നാട്ടിൽ തന്നെ ദൂരദേശത്തേക്കുള്ള യാത്രയാകാം. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണ്, നിങ്ങൾ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ച കാര്യമാണ്. അതേപോലെ 7 of Wands ആൻഡ് Page of Cups എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടുന്ന ഒരു സമയം എന്ന് പറയാം. അതേപോലെ തന്നെ ധർമ്മത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നടക്കാം. ഇനി നിങ്ങൾ കൊച്ചു കാര്യങ്ങൾ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുക, ധർമ്മത്തെ കൂട്ടുപിടിക്കുന്നു ചെറുതാണെങ്കിൽ പോലും, എങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വർഷം ഒഴിവാക്കുക. ഈ വർഷം എന്നല്ല, ഇനി അങ്ങോട്ടേക്ക് ഒഴിവാക്കാൻ ശ്രമിക്കുക. കുറഞ്ഞ പക്ഷം ഈ വർഷമെങ്കിലും. കാരണം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ കർമ്മത്തിൻ്റെ ഒരു സമയമാണ്, ഒരു കർമ്മയോഗി എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, അതായത് നിങ്ങളുടെ പൂർവികർ, അവർ കാലാകാലങ്ങളായിട്ട് നേടിയെടുത്ത ജ്ഞാനം നിങ്ങളിലേക്ക് തരുന്നൊരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഈ ഒരു സമയം
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ നിങ്ങളുടെ നിയോഗം എന്താണെന്ന് കണ്ടെത്തുകയും ആ നിയോഗത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല, മുന്നോട്ടേക്ക് പോകുമ്പോൾ മനസ്സിലാവാം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇപ്പോൾ പ്രായമായിട്ടുള്ള ആളുകളായിരിക്കും അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജിലായിട്ടുള്ള ആളുകൾക്ക് ഏത് സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സമയം ഈ എനർജിയാണ്. അപ്പോൾ പ്രായഭേദമന്യേ നിങ്ങൾ ഈ ഒരു എനർജിയിൽ നിൽക്കുന്നു. പിന്നെ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് സാമ്പത്തികമായിട്ടോ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവില്ല എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്, സാമ്പത്തികമായിട്ടുള്ള നേട്ടവും കാര്യങ്ങളും ഉണ്ട്. പ്രൊമോഷൻ പ്രത്യേകിച്ച് ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് നേട്ടം അതിലൂടെ ഉണ്ടാകുന്നുണ്ട്. അതല്ലാത്തവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഫിനാൻസ്, മെഡിക്കൽ ഫീൽഡ്, ഇതുപോലെ ടീച്ചിങ്, ആ ഒരു രീതിയിലാണ് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ളത്. നിങ്ങൾ ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അതിലൂടെ സാധ്യതകൾ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള നേട്ടം മറ്റു വഴികളിലൂടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഈ മേഖലകളിലാണ് കൂടുതൽ ചാൻസ് എന്ന് മാത്രം. അതേപോലെ തന്നെ വർക്ക് സ്പേസ്, ജോലി സംബന്ധമായിട്ട് അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങൾ, ഗോസിപ്സ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക തീർച്ചയായിട്ടും. കാരണം ഇങ്ങനെയുള്ള രീതികൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പോസിറ്റിവിറ്റി നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുന്ന ഒരു കാര്യമാണ്. നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരും. മാത്രമല്ല ആത്മീയമായിട്ടുള്ളൊരു മുന്നേറ്റത്തിന് തടസ്സമാണ് ഇതെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പ്രായമായിട്ടുള്ളവരെയും വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളിലേക്ക് ഉൾവലിഞ്ഞ ഒരു ഫീലിംഗ് മറ്റുള്ളവർക്ക് തോന്നും. പക്ഷെ നിങ്ങളിലെ ഉൾവലിഞ്ഞ ഒരു രീതിയല്ല, മറിച്ച് നിങ്ങൾ കൂടുതൽ ആത്മീയതയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആകാം. അപ്പോൾ അത് നിങ്ങൾ അധികം അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുന്നുണ്ടാവാം. ആവശ്യമുള്ളത് സംസാരിക്കും, കുറച്ച് കാം ആൻഡ് ക്വൈറ്റ്, ആ ഒരു എന്താ പറയുക, ഒരു സൈലൻസ്, ആ ഒരു ഒച്ചപ്പാടും ബഹളമൊന്നും അധികം ഇഷ്ടപ്പെടാത്ത രീതിയായിരിക്കാം. അപ്പം അങ്ങനെ കാണുമ്പോൾ അതൊരു ഉൾവലിഞ്ഞതായിട്ട് മറ്റുള്ളവർക്ക് തോന്നിയേക്കാം. പക്ഷെ നിങ്ങൾ കൂടുതലും ആ ഒരു ആത്മീയ സൈഡിലേക്ക് മാറുന്നതാവാം. അതേപോലെ തന്നെ 7 ഓഫ് ഫോൺസ് ആൻഡ് മെജീഷ്യൻ എനർജിയാണ്. അപ്പോൾ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷനാണ്. ഈ മാനിഫെസ്റ്റേഷന് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും കുറച്ച് കാര്യങ്ങൾ. ഇതിനു മുമ്പ് ആഗ്രഹിച്ച ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ഓൾറെഡി ചെയ്യുന്നൊരു വർഷമാണ്. അതേപോലെ തന്നെ നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഇതായിരുന്നില്ല ശരിക്കും എനിക്ക് വേണ്ടിയിരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കൂടി ചെയ്യുന്നത്. തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുന്നു, ആഗ്രഹിച്ചൊക്കെ നേടുന്നു. അത് നേടിക്കഴിയുമ്പോഴാണ് ഇതൊന്നും അല്ലായിരുന്നു എൻ്റെ പാത എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ശരിയായിട്ടുള്ള പാത തേടിയുള്ള യാത്രയും സൂചിപ്പിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ചയും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ മേഖലയിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. അതേപോലെ തന്നെ പേരും പ്രശസ്തിയും ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് വളരെയധികം ഏതൊരു കാര്യം ചെയ്യാനും വളരെയധികം കഠിനാധ്വാനത്തോട് കൂടിയിട്ടും എൻഡ്യൂറൻസ്, വളരെയധികം റെസ്പോൺസിബിളായിട്ട് കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്യുന്നൊരു സമയം കൂടിയിട്ടാണ് ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ വളരെയധികം നല്ലൊരു നിങ്ങളെ തന്നെ മനസ്സിലാക്കുന്ന നല്ലൊരു ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇൻറ്റേർണൽ ഹിയർ, നിങ്ങളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കേൾക്കുകയാണ്, നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അത് നമ്മൾ ചില സിറ്റുവേഷനിൽ പറയും ക്ലെയർവോയൻറ്റ്, ക്ലെയറോഡിയൻറ്റ്, ക്ലെയർ സെൻറ്റിയൻറ്റ് എന്നൊക്കെയുള്ള കപ്പാസിറ്റീസ് ഉണ്ട്. അത് മറ്റുള്ളവരിപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ മറ്റുള്ളവർക്ക് കേൾക്കാത്തത് കേൾക്കാനായിട്ട് പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. മറ്റുള്ളവർ ഇതൊന്നും കാണുന്നുണ്ടാവില്ല, പക്ഷെ നമ്മളുടെ കൺമുമ്പിൽ അത് കാണുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളല്ല. എന്തായാലും ഈ ഒരു ഫീൽഡ് നിങ്ങൾക്ക് വളരെയധികം നന്നായിട്ട് സംസാരിക്കുന്ന ഒരു ഇതാണ്. പക്ഷെ അനാവശ്യ സംസാരങ്ങളല്ല. നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ കോട്ട്സ് അല്ലെങ്കിൽ തത്വചിന്തകൾ അതുപോലുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ നന്നായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റർ അതുപോലുള്ള ജോലികളിലേക്കൊക്കെ ഭാഷകൾ അറിയുന്നവരാണെങ്കിൽ അതിലേക്ക് പോകാവുന്നതാണ്. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് ഫോൺസ് ആൻഡ് ഏസ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബന്ധങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ സംസാരിക്കുന്നതല്ല, മറിച്ച് പറയുന്ന വാക്കുകൾക്ക് ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളായിരിക്കാം. ക്ലോസ് മൈൻഡഡ് ആയിട്ട് അധികം സംസാരിക്കാത്ത ആളുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ അവർ സംസാരിക്കുന്നതിൽ ആത്മാർത്ഥത ഉണ്ടാവണം. പറയുന്ന വാക്കുകൾ തന്നെ ആയിരിക്കണം, അത് മനസ്സിൽ നിന്ന് വരുന്നതായിരിക്കണം എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകളായിട്ട് നിങ്ങൾ ചങ്ങാത്തം കൂടുന്നുണ്ടാവാം. അങ്ങനെയുള്ള ആളുകളുമായിട്ടാണ് നിങ്ങൾ കൂടുതൽ സംസർഗം നിങ്ങളെ കാണിക്കുന്നത്. അതായത് മൊത്തത്തിൽ നിങ്ങൾ ഗ്രോത്താണ്, ജീവിതത്തിൽ വളർച്ച ഉണ്ടാകുന്നുണ്ട്. സാമ്പത്തികമായിട്ടും ഔദ്യോഗികമായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, സ്പിരിച്വൽ ലൈഫ്, ഇമോഷണലി എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് ഇതെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.